ഏലിയാവ് ക്ഷീണിച്ചു പോയപ്പോൾ, ഏലിയാവ് തന്റെ ശുശ്രൂഷയിൽ തളർന്നു പോയപ്പോൾ, ഇസബേലിന്റെ ശബ്ദം കേട്ട് നിന്നെ തകർത്ത് കളയും എന്ന ഏലിയാവിനെ അന്വേഷിച്ച് ആളുകൾ യാത്ര ചെയ്തപ്പോൾ ഏലിയാവ് ഒന്ന് തളർന്നു പോയി. ഇനി മരിച്ചാ മതി, ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് ഏലിയാവ് പറയുമ്പോൾ ഏലിയാവിനെ ശക്തിപ്പെടുത്താൻ ഒരു ദൂതൻ ഇറങ്ങി വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. 2 കല്ലുകൾ തൂണുപോലെ വെക്കും, അതിന്റെ മുകളിൽ മറ്റൊരു വലിയൊരു കല്ല് കൂടെ വെക്കും. എന്തിനാ? ഭാരം ചുമന്നുകൊണ്ട് ആൾക്കാർ പോകുമ്പോൾ അവർ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുന്ന സ്ഥലം. ഇന്ന് ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. നമ്മൾ 2 or 3 പേരെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ച് ആരാധിച്ച് ദൈവസന്നിധിയിൽ പരസ്പരം ഭാരങ്ങൾ പങ്കുവെക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്ന് നമുക്കുള്ള ആശ്വാസം തരും. എപ്പോഴും ഓർക്കുക, ആരാധനയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഫെലോഷിപ്പിന്റെ ധൈര്യം നമുക്ക് കിട്ടുകയാണ്. ആ ഫെലോഷിപ്പ് നമുക്ക് ബലമായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കടന്നു പോകുന്ന പരീക്ഷകൾ, നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിൽപ്പാൻ ഫെലോഷിപ്പ് നമുക്ക് ആവശ്യമാണ്, കൂട്ടായ്മ നമുക്ക് ആവശ്യമാണ്. ആ കൂട്ടായ്മയുടെ നടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിനെ ആരാധിച്ച്, കർത്താവിനെ പ്രാർത്ഥിച്ച്, ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് കർത്താവിനെ ആരാധിക്കുക, സ്തുതിക്കുക. അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 22-ാം അധ്യായം 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അവൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 43-ാം വാക്യം, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ. ഹല്ലേലൂയ. പരീക്ഷകളുടെ നടുവിൽ പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമയം മാറ്റിവെക്കുമ്പോ ദൈവം തന്റെ ദൂതനെ അയക്കും എന്ന വചനം നമ്മൾ മറന്നു പോകരുത്. എവിടെയാണോ പരീക്ഷകൾ നേരിടുന്നത്, എവിടെയാണോ പ്രതിസന്ധികൾ നേരിടുന്നത്, ആ പരീക്ഷകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ കടന്നു പോകുന്ന ഈ പരീക്ഷ എനിക്കുള്ള ഒരുക്കമാണ്. ഞാൻ ഈ ഒരുക്കത്തിന്റെ സമയത്താണ് എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും, എന്നെ ബലപ്പെടുത്താൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. ഗിദെയോൻ തളർന്ന് വിഷമിച്ചിരിക്കുമ്പോൾ, അവനിതാ വിഷമിച്ച് വേദനയോടെ ഇരിക്കുന്ന സമയത്ത് മുന്തിരിച്ചക്കിനരികെ ഗോതമ്പ് പൊടിച്ചുകൊണ്ട് ഇനി എന്നെ ശുശ്രൂഷയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഗിദെയോന് വേണ്ടി ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തന്റെ ദൂതന്മാരെ അയക്കും. എവിടെയാണോ നമ്മൾ ക്ഷീണിച്ചു പോകുന്നത്, എവിടെയാണോ നമ്മൾ തകർന്നു പോകുന്നത്, പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമയം മാറ്റിവെക്കുമ്പോൾ ഓർക്കുക, സ്വർഗം നമുക്ക് വേണ്ടി ദൂതന്മാരെ ഒരുക്കും.